ഹാസ്യലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരിൽ ഒരാൾ ഹരിശ്രീ അശോകന് ഇന്ന് പിറന്നാൾ. മലയാള സിനിമാ രംഗത്ത് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന ഹരിശ്രീ അശോകന് പിറന്നാൾ. ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത സ്വാഭാവിക ഹാസ്യമുഹൂർത്തങ്ങൾ തീർക്കാൻ ഹരിശ്രീ അശോകന് തന്റേതായ ഒരു ശൈലിയുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അതിപ്രസരമുള്ള ഈ കാലത്തിലും ഹരിശ്രീ അശോകനില്ലാത്ത ഒരു ട്രോൾ ലോകം പോലുമില്ല. വില്ലനായും സ്വഭാവ നടനായും ഒക്കെ എത്തുന്ന വേഷങ്ങൾ തന്റെ കൈകളിൽ ഭദ്രമാണെന്ന് തെളിയിക്കുകയും ഇപ്പോഴും സ്ക്രീനിൽ നിറയുകയും ചെയ്യുന്ന ആളാണ് ഹരിശ്രീ അശോകൻ. എന്തിനാ കൊരക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്തത് കേടാ. കൊരക്കല്ലേന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ, നിന്റെ തലാരെവിടെ കൊണ്ടെന്ന് വെച്ചേ? തല മാത്രമല്ലടാ, ഉടലുണ്ട് താഴെ. നിന്റെ കൊടലേനെടുക്കും. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലോ കയറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ലേ കയറിയത്. എടാ തൊരപ്പ എണിക്കടാ. നീ ബഹളം വെക്കല്ലേ. ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല. സൗദേവാ, ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസുകാരില്ലട്ടാ, അത് നീ മറക്കണ്ട. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ തന്നെടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക്. കമ്പനിയായ ആര് കമ്പനിയായി? പറ. ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് അശോകൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് നിരവധി വേഷങ്ങൾ. പാർവതി പരിണയം എന്ന ചിത്രത്തിലെ യാചക വേഷത്തിലൂടെയാണ് ഹരിശ്രീ ശ്രദ്ധിക്കപ്പെട്ടതും സിനിമാ ജീവിതത്തിൽ ആദ്യ വഴിത്തിരിവ് നൽകിയതും. പിന്നീട് അങ്ങോട്ട് വൃദ്ധന്മാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയതോടെ ഇരുവരുടെയും കോംബോ മലയാള സിനിമയിൽ അവിഭാജ്യ ഘടകമായി മാറി. രമണനും സുന്ദരനും സുഗുണനും തൊരപ്പൻ കൊച്ചുണ്ണിയും എന്ന് വേണ്ട കൈനിറയ വേഷങ്ങൾ പിറന്നു. എല്ലാം ഒന്നിനൊന്നു മെച്ചവും. മലയാളികൾക്ക് ഏറെ പ്രിയമുള്ള അഭിനേതാവാണ് ഹരിശ്രീ അശോകൻ. ഒരു കാലത്ത് സിനിമാസ്വാദകരെ കുടുകുടച്ചിരിപ്പിച്ച താരമിന്ന് സീരിയസ് കഥാപാത്രങ്ങളിലൂടെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇടയ്ക്ക് സിനിമയിൽ ഇടവേളയെടുത്ത അശോകൻ ന്യൂജൻ മോഡലിലുള്ള ചിത്രങ്ങളിൽ സജീവമാണ്. യുടിവി ന്യൂസ്, പാലക്കാട്.